ദാരികാപുരിയിലെത്തിയ കാളി ഉഗ്രരൂപം പ്രാപിച്ചു. ഭദ്രകാളിയുടെ പോർവിളി ദാരികാപുരി നടുങ്ങി. ദാരികന്റെ ഉള്ളിൽ നേരിയ ഭയമുണ്ടായെങ്കിലും തന്റെ വിജയത്തിനു വേണ്ടി ബ്രഹ്മമന്ത്രം നിരന്തരം ചൊല്ലാനായി ഭാര്യ ഉപദേശിച്ചു. ദാരികൻ സർവ്വസൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. ആദിത്യ ഭഗവാനും ചന്ദ്രഭഗവാനും മഹിഷഭഗവാനും ദാരികന്റെ കോട്ടയുടെ 4 ഭാഗത്തും പടനിരത്തി. കാളിയും അസുരനുമായി വൻ യുദ്ധം നടന്നു. 7 രാവും പകലും തുടർന്നു നിന്ന യുദ്ധം. എന്നാൽ ആകാശയുദ്ധം നടത്തിയിട്ട് പോലും വീരനായ ദാരികനെ വധിക്കാൻ ആദ്യം കാളി ഭഗവതിക്ക് കഴിഞ്ഞിരുന്നില്ല. ഭദ്രയ്ക്ക് നേരിട്ട ഈ പ്രതിസന്ധി മനസ്സിലാക്കിയ ശ്രീപാർവതി യുദ്ധക്കളത്തിൽ ദുർഗാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദാരികനെ വധിക്കാനുള്ള ബ്രഹ്മമന്ത്രം കൈക്കലാക്കിയ കാളി ദാരികനുമായി വീണ്ടും യുദ്ധം നടത്തുന്നു. 1-ാം മണിമാട കഴിഞ്ഞ ദാരികന് ഒരു ആനയുടെ ബലം കുറയുന്നു. ഇങ്ങനെ 7-ാം മണിമാടം കഴിഞ്ഞ് ദാരികന്റെ ബലമെല്ലാം ചോർന്നുപോയി. അങ്ങനെ 8-ാം ദിവസം ത്രിസന്ധ്യ നേരത്ത് ഭദ്രകാളി വേതാളത്തിന്റെ നാവിൽ വെച്ച് ദാരികന്റെ ശിരസ്സറുത്തു. ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ ദാരിക രക്തവും മാംസവും ദേവിയുടെ വാഹനമായ വേതാളവും കാളിമൂളി പടകളും ഭൂതഗണങ്ങളും ഭക്ഷിച്ചു. ദാരികനെ വധിച്ചിട്ടും ദേവിയുടെ കോപം അടങ്ങിയില്ല. അങ്കക്കലി അടങ്ങാതെ ദേവി ദാരികപുരി ഇടിച്ചു നിരത്തി. തുടർന്ന് ദാരിക ശിരസും കയ്യിലേന്തി കാളിയും കൂട്ടനും വിജയാഘോഷത്തോടെ കൈലാസത്തിലേക്ക് തിരിച്ചു. കാളിയുടെ ക്രോധം കണ്ട് ദേവന്മാർ ശിവനോട് അവളെ ആശ്വസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ തക്കവണ്ണം ശക്തിയായിരുന്നു കാളി. അപ്പോൾ ശിവൻ കരയുന്ന കുഞ്ഞിന്റെ രൂപത്തിൽ അവളുടെ വഴിയിൽ കിടന്നു. കാളിയുടെ മാതൃസ്വഭാവത്തെ ഉണർത്തി. അവൾ ശാന്തയായി. കാളി ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും അവളെ സംരക്ഷിക്കുന്നതുമായ പ്രകൃതിയാണ് കാളി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.